നമസ്കാരം. എല്ലാവർക്കും ഷാ വിഷൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ബഹുമാന്യരെ, മുസ്ലിങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ റമളാൻ മാസത്തിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന ബറാത്ത് രാവ് എന്ന് പറയുന്ന ദിവസമാണ്. നാളെ ബറാത്ത് നോമ്പ് പിടിക്കാറുണ്ട്. നല്ല ദിവസമായിട്ട് കണക്കാക്കും. മറ്റുള്ള ദൃഷ്ടിയിൽ ഇന്ന് പ്രണയ ദിനമാണ്. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണല്ലോ. ഏതായാലും ആമുഖമായിട്ട് ഞാൻ പറഞ്ഞുള്ളൂ. ഇവിടെ എൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ശ്രോതാക്കളുടെ അല്ലെങ്കിൽ കാണികളുടെ പലരും രണ്ട് സംശയത്തെക്കുറിച്ച് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറയും. ക്ലാരിഫിക്കേഷൻ വേണം. ഒന്ന്, എന്താണ് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി എവിടെ നിന്ന് ജയിച്ചാൽ എന്താ പാർലമെൻറ്റിൽ എത്തിയ പോരെ എന്നുള്ള ആ വിഷയത്തെക്കുറിച്ചും, മറ്റൊന്ന് ജയപ്രകാശ് നാരായൺജി ഒരു ഫോർമുല ഉപയോഗിച്ചല്ലോ, അതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. ഞാൻ ഈ ആവർത്തനം വിരസത ഉണ്ടാക്കുന്നതുകൊണ്ട് ഞങ്ങൾ ആവർത്തിക്കാൻ താല്പര്യമില്ല. തന്നെയുമല്ല, അല്ലാതെ വിഷയങ്ങൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. പല വിഷയം തള്ളി മാറ്റി കളയാം ടൈമില്ലാത്തോളും. അതിൽ ഇത്തവണയെക്കുറിച്ച് ഞാനത് പറയാം. അതിനു മുൻപായിട്ട് 2-3 ചെറിയ സംഭവങ്ങൾ. ഒന്ന്, തമിഴ്നാട്ടിൽ ദളിത് യുവാവ് ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ ഓടിച്ചതിന് പ്രതികാരമായിട്ട് അയാൾ കൈവെട്ടി. ഈ സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉന്നത കുലജാതം. ആലോചിച്ച് നോക്കണം നമ്മുടെ നാടിൻ്റെ പോക്ക്. മറ്റൊന്ന്, ഈ ഉത്സവങ്ങളിൽ അല്ലെങ്കിൽ ചന്ദനക്കുടങ്ങളിലൊക്കെ ആനയെ എഴുന്നള്ളിക്കണം എന്നുള്ളത് ഒന്നുകൂടി വിശദമായിട്ടും ആത്മാർത്ഥമായിട്ടും വർഗീയതയില്ലാതെ ചിന്തിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെൻറ്റും ആ സംഘടനകളും ഒന്നുകൂടി പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മനസ്സിലാകുന്നില്ല? ഇന്ന് സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, നമ്മൾ പറയുന്നത് കുഞ്ഞു മനസ്സ് വലിയ മനസ്സുമൊക്കെ പ്രണയത്തിൽ ഇന്ന് പ്രണയദിനം കൂടി അതേ പറയാൻ കാരണം. രാജാക്കന്മാർ രാജ്ഞികളും പ്രണയിച്ചിട്ടുണ്ട്, തെണ്ടിയും പ്രണയിച്ചിട്ടുണ്ട്, എല്ലാവരും പ്രണയിച്ചിട്ടുണ്ട് പലരും. അതൊരു ഒരു 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 രീതിയാണെങ്കിൽ സംഭവമാണ്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കഴിയുന്ന നമ്മുടെ മക്കൾ, ഞാനിപ്പോൾ പറഞ്ഞു, കഴിയുന്ന മക്കൾ ചെറുപ്രായത്തിൽ മനസ്സ് പതറാൻ സാധ്യതയുണ്ട്. അത് പോകാൻ നോക്കണം. അഥവാ പോയിട്ടും തിരിച്ചെടുക്കാൻ പറ്റില്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ വേണ്ടി അവരെ വഴിക്ക് വിട്ടേക്കണം. പിന്നെ വരുന്നത് വെച്ച് കാണാം. ഇത് മലപ്പുറത്ത് കല്യാണം നിശ്ചയം കഴിഞ്ഞ തലേന്ന് ആ പെണ്ണ് തൂങ്ങിച്ചത്ത് ആ പഴയ കാമു എന്ന് പറഞ്ഞ ആൾ നേരം മുരിച്ചു, അവനും മരിച്ചു. 2 ജീവൻ പോയില്ലേ. മറ്റൊരു പ്രണയ ജോഡി വിവാഹ വീട്ടുകാർ എതിർത്ത പേരിൽ നാട് വിട്ടതിന് ശേഷം വീട്ടുകാരെ സമ്മതിച്ചു നടത്തിക്കോളാൻ പറഞ്ഞു. പക്ഷെ എങ്ങനെ അറിയിക്കും? അവർ 2 ആത്മഹത്യ ചെയ്തു. വീട്ടുകാർ അറിഞ്ഞില്ലപ്പോൾ 2 ജീവൻ പോയി. മണ്ട ശിരോമണികളെ, ജീവൻ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഏത് ജാതിയായാലും ഏത് മതമായാലും. അപ്പോൾ നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കുക. ജീവൻ ഏറ്റവും വലുത്, ഈ ഭൂമിയിൽ ഏറ്റവും വലുത് ജീവൻ തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനൊക്കെ ശേഷമാണ് മറ്റ് ആദർശങ്ങളും ആശയങ്ങളും. നിങ്ങൾ വേണമെങ്കിൽ ഉൾക്കൊള്ളാം. ഈ ചോദ്യം ഇതാണ്: 543 പാർലമെൻറ്റ് സീറ്റുള്ള ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് AICCയുടെ പ്രസിഡൻ്റായിരുന്ന, പ്രതിപക്ഷ നേതാവായിരുന്ന, നാളെ പ്രധാനമന്ത്രിയാകാൻ സ്വാഭാവികമായിട്ട് ചാൻസ് ഉള്ള പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എന്തുകൊണ്ട് ദക്ഷിണ കേരളത്തിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ കേരളത്തിൽ വന്ന് മുസ്ലിം ലീഗിന് പ്രാമുഖ്യമുള്ള, മുസ്ലിങ്ങൾക്കല്ല മുസ്ലിം ലീഗിന് പ്രാമുഖ്യമുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് പാർലമെൻറ്റിൽ എത്തിയാൽ ദൂഷ്യം എന്താണെന്നുള്ളതാണ്. അതാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു. അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് പാർലമെൻറ്റിൽ എത്തിയാൽ മതിയെങ്കിൽ ഓക്കെ, യാതൊരു സംശയമില്ല. ഒരു വോട്ട് ജയിച്ചാലും ജയം തന്നെയാണ്, അതും സംശയമില്ല. പക്ഷേ 543 സീറ്റുള്ള ഇന്ത്യൻ പാർലമെൻറ്റിൽ വടക്കേ ഇന്ത്യൻ ദേശീയ പാർട്ടിയാണെങ്കിലും വടക്കേ ഇന്ത്യയിൽ കുത്തികളുടെ കോൺഗ്രസ്സിന്, നെഹ്റുവിൻ്റെ പാരമ്പര്യമുള്ള കുടുംബത്തിന്, ഹിന്ദു സംസ്കാരത്തിൽ ചോദിച്ചു പോകുന്ന പാരമ്പര്യമുള്ള കുടുംബത്തിൽപ്പെട്ട കക്ഷികൾ
ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ നിന്നും, അത് വടക്കേ ഇന്ത്യയിലെ UP-യിലെയോ അല്ലെങ്കിൽ ഡൽഹിയിലെയോ മധ്യപ്രദേശിലെയോ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് പാർലമെന്റിൽ എത്തുന്നല്ലേ അതൊരു യുക്തി. ഇതിപ്പോൾ 541 മണ്ഡലത്തിൽ UP-യിലെ റായ്ബറേലി പിന്നെ കേരളം 2 കഴിഞ്ഞ് ബാക്കി 541 സീറ്റ്. ഈ 541 സീറ്റിൽ ജയിക്കാൻ പറ്റില്ല എന്ന് തെളിയിച്ചു കൊടുക്കാൻ രേഖാമൂലം. കാരണം ഇവിടെ ഒന്നും മത്സരിക്കില്ലല്ലോ. അതാ പറഞ്ഞു, ഞാൻ കോൺഗ്രസ് എതിരാളിയോ കോൺഗ്രസ് വിരോധിയോ ഒന്നുമല്ല. സോണിയാഗാന്ധിയോടോ പ്രിയങ്ക ഗാന്ധിയോടോ അല്ലെങ്കിൽ രാഹുൽ ജോലി യാതൊരു ഇഷ്ടക്കുറവുമില്ല. ക്രിസ്ത്യൻ സമുദായത്തോടുമില്ല, ആരോടും ഇല്ല, കോൺഗ്രസോടും ഇല്ല. കാരണം വ്യക്തിയായിട്ട് സംസാരിച്ചാൽ ഈ 3 പേരും വളരെ നിഷ്കളങ്കരാണ്, വളരെ സത്യസന്ധരാണ്, വെൽ ഡ്രസ്ഡ് ജെന്റിൽമെൻ തന്നെ, യാതൊരു സംശയമില്ല. പക്ഷെ ഇന്നൊരു കമൻറ്റ്, വധേര പ്രിയങ്ക ഗാന്ധി കല്യാണം കഴിച്ചു വധേര ഇവിടെ ന്യൂനപക്ഷങ്ങളെ കോൺഗ്രസ് തകർക്കാൻ വേണ്ടി 1000 കോടി രൂപയായിട്ട് BJPക്ക് സംഭാവന കൊടുത്തു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത് 1000 കോടി രൂപ സംഭാവനയല്ല, ബിസിനസ് മുടക്കി അല്ല, അതല്ല, വെറും സംഭാവന ധർമ്മം കൊടുക്കുന്നതിലാണ് സംഭാവന, വെറുതെ കൊടുക്കുന്നല്ലേ. 1000 കോടി രൂപ എന്തുകൊണ്ട് BJPക്ക് കൊടുത്തു, എവിടുന്ന് കിട്ടി? പറയൂ. ഇതൊക്കെ നമ്മൾ കാണാതെ പോകാൻ പറ്റുമോ? രാജ്യം ഭരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ വിട്ടുവീഴ്ച ചെയ്യണം. നമ്മൾ നാട്ടിൽ മാന്യനാണെന്ന് തെളിയിക്കണമെങ്കിൽ നമ്മൾ പല പ്രൈം മിനിസ്റ്റർ കൊച്ചു പുസ്തകത്തിലൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. മൊത്തത്തിൽ ഒരു പ്രൈം മിനിസ്റ്റർ ഒരു മാന്യത തെളിയിച്ചു. കാരണം അത് പല കാര്യങ്ങളും വിട്ടുവീഴ്ച ചെയ്ത് വഴക്കുണ്ടാക്കാതെ പല കാര്യങ്ങളും നമുക്ക് വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ആസ്വദിക്കാം. പക്ഷേ ജീവിതം ആസ്വദിക്കുമ്പോൾ പലതും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് ആസ്വദിച്ചു. അതുപോലെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി, പ്രതിപക്ഷ നേതാവ്, AC പ്രസിഡന്റാകാൻ സാധ്യതയുള്ള ആയതാണ് 2 വ്യക്തിത്വങ്ങൾ. ഇന്ന് ഇന്ത്യയിൽ ഇവരെക്കാൾ വലിയ വ്യക്തിത്വങ്ങൾ കോൺഗ്രസിലില്ല. അപ്പം അവർക്ക് ജയിച്ച് പാർലമെന്റിൽ എത്തണമെങ്കിൽ ഈ മുസ്ലിം ലീഗിൻ്റെ കാൽ കീഴിൽ വന്ന് വേണം. അതും കേരളത്തിലെ കൊച്ചു സംസ്ഥാന കേരളത്തിലെ മുസ്ലിം പോകിൽ വന്നുകൊണ്ട് മത്സരിക്കാന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ? അത് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യില്ലേ? ഇത് ഏതെങ്കിലും കോൺഗ്രസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും കോൺഗ്രസ് നേതാവിനോ പ്രതിപക്ഷ നേതാക്കൾക്കോ പ്രതിപക്ഷ അണികൾക്കോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ പ്രസ്ഥാനം ജയിച്ചു. ഇല്ലെങ്കിൽ തദൈവ. ഞാൻ ചുരുക്കി പറയണം. മറ്റൊന്ന്, എന്താണ് ജയപ്രകാശ് നാരായൺജി പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞതെന്നറിയോ? അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് താഴെ ഇറക്കാൻ വേണ്ടി ഞാൻ 2 ഫോർമുല ഉപയോഗിക്കുന്നത്. ഓൺലി 2 ഫോർമുലാസ്, 3 ഒന്നുമില്ല. എന്താ ഫോർമുല? 1, ഞാനത് നേതൃത്വം കൊടുക്കുന്നെങ്കിൽ എനിക്ക് യാതൊരു സ്ഥാനവും വേണ്ട, ഞാൻ സ്ഥാനം അലങ്കരിക്കില്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും, നിർദ്ദേശം തരും, യാതൊരു സ്ഥാനം നിൽക്കില്ല. കറക്റ്റില്ലെന്നോ ജയപ്രകാശ് നാരായൺജി ഒരു സ്ഥാനം പറ്റില്ല, പ്രധാനമന്ത്രി ആയില്ല, സ്ഥാനം പറ്റില്ല. മറ്റൊന്ന്, ഈ കോൺഗ്രസിനെ ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കോൺഗ്രസ് താഴെ ഇറക്കാൻ, ഇന്നത്തെ കോൺഗ്രസ് അല്ലെന്ന്, കോൺഗ്രസ് ഇല്ലാത്ത ആരുമായിട്ടും നമ്മൾ കൂട്ടുകൂടും, യോജിച്ച് നിർത്തും. ഈ 2 പോയിന്റാണ്. ഈ 2 പോയിന്റ് എവിടെയാണ് സാർ തെറ്റ്? മനഃശാസ്ത്രമായിട്ട് നോക്കിയാലും ശാസ്ത്രീയമായിട്ട് നോക്കിയാലും താത്വികമായിട്ട് ഫിലോസഫിക്കൽ നോക്കിയാലും ഈ 2 പോയിന്റിൽ എവിടെയാണ് തെറ്റ്? പക്ഷേ ഈ കത്തോലിക്ക കോൺഗ്രസും ഈ ദളിത് കോൺഗ്രസും ഈ മലപ്പുറം ലീഗും അവർക്കൊന്നും ഇത് മനസ്സിലാകുന്നില്ല. കത്തോലിക്ക കോൺഗ്രസ് ധൈര്യമില്ല, മറ്റേ ഹിന്ദു സമുദായത്തെ എതിർക്കാൻ അവർക്ക് ധൈര്യമില്ല. ദളിതറിയല്ലോ, അവർ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടുകൊണ്ട് അവർക്ക് ഒപ്പെത്താൻ പറ്റില്ല. ഇൻഫിയാറ്റി കോംപ്ലക്സ് ഉണ്ട്. പിന്നെ മലപ്പുറം ലീഗ് അത് ന്യൂനപക്ഷമാണ്, ജാതി പാർട്ടിയാണ്, അവർക്കും ധൈര്യമില്ല. ജയപ്രകാശ് നാരായണൊക്കെ ധൈര്യം ഉണ്ടായിരുന്നു. അയാൾ ഉയർന്ന ജാതിയാണ്, അയാൾക്ക് ബോധമുണ്ട്, ബോധ്യമുണ്ട്. പക്ഷെ ആ ബോധി ഇങ്ങേർക്കുണ്ടോ? ആർക്ക്? നമ്മുടെ ഗൂർഗിയൊക്കെയുണ്ടല്ലോ, ഗാർഗിക്കുണ്ടോ, രാഹുലുണ്ടോ, പ്രിയക്കുണ്ടോ, സോണിയാക്കുണ്ടോ? ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും കേരളത്തിൽ വന്ന് മത്സരിക്കില്ല. അഥവാ മത്സരിച്ചെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷമായ ട്രിവാൻഡ്രത്തോ നിൽക്കേണ്ടിയിരുന്നു. ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഇടുക്കി പോയിട്ടും എറണാകുളം പോയിട്ടും പ്രശ്നം ഈ വിഷയം വരും. നമ്മൾ ഹിന്ദുവാണ് ബ്രാഹ്മണാന്നൊക്കെ പറഞ്ഞ് നടക്കുന്നെങ്കിൽ അത് പ്രവൃത്തിയിൽ കാണണം. ഈ മനുഷ്യൻ ജാഥ അയച്ചപ്പോഴേ കന്യാകുമാരിയിൽ വന്നാലാണ് ഗസ്റ്റ് ഹൗസ്, ഏത് ഗസ്റ്റ് ഹൗസില്ല, ഒരു അച്ഛൻ്റെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചത്. അല്ലാതെ പിന്നെ ഒറ്റയ്ക്ക് കോച്ചുണ്ട്, അത് വേറെ, അവർക്ക് വാങ്ങിക്കാൻ കൊടുക്കാം. തന്നെയുമല്ല, മണിപ്പൂരിൽ ഈ സംഭവം എത്ര പ്രാവശ്യം രാഹുൽ പറഞ്ഞെത്തിയോടെ?
ഹരിയാന നൂഹിലൊക്കെ പ്രശ്നമായിട്ട് ആയിരക്കണക്കിന് മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കിയിട്ട് ആ വിഷയം മിണ്ടിയവരെ കുറിച്ച് ഇതൊക്കെ ആൾക്കാർ ചിന്തിക്കും. കാരണം 20% വരുന്ന ഒരു വിഭാഗത്തിൻ്റെ ഫുൾ സപ്പോർട്ടും അന്ധമായിട്ട് കൊടുക്കണം അവർ. ആ കൊടുക്കുന്ന പേരിലാണ് മുസ്ലിങ്ങളോട് BJPക്കും സംഘപരിവാറും ഇത്രയും വൈരാഗ്യം. ഇവിടുന്ന് വന്ന് അവർ വന്ന് ഏതോ വിദേശ പാർട്ടിയാണ് രാഹുലൊക്കെ, അവർക്ക് ഇവിടുത്തെ മുസ്ലിങ്ങൾ ഞങ്ങളെ എതിർക്കാൻ വേണ്ടി അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വാസ്തവം സഹിക്കൂ. ഏതോ ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു കത്തോലിക്ക സ്ത്രീക്ക് വേണ്ടി ഇവിടെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ 20% വെൻ ബ്ലോക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആര്യന്മാരാണെങ്കിലും അല്ലെങ്കിൽ ദ്രാവിഡരാണെങ്കിലും അവർക്ക് എതിരെ നിൽക്കുമ്പോൾ അവർക്ക് സഹിക്കും അത്. എന്നിട്ട് പോലും സംഘപരിവാർ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ത്യാഗം മുഴുവൻ സഹിച്ച് ഈ നാണക്കേടും പേരുദോഷം ഉണ്ടാക്കുന്നത്. സംഘപരിവാറിൻ്റെ അങ്ങേയറ്റം എതിർപ്പിനും വൈരാഗ്യത്തിനും കാരണം കോൺഗ്രസ് പിന്തുണക്കുന്നതാണ്. അങ്ങനെ കോൺഗ്രസ് പിന്തുണച്ചിട്ടും ബുദ്ധിയുള്ള കോൺഗ്രസിലെ മുസ്ലിം സമുദായമേ, ക്രിസ്ത്യൻ സമുദായമേ, നിങ്ങൾ ഈ സമുദായത്തോട് എന്ത് ചെയ്യുന്നു? അതാ പറഞ്ഞത്. ഈ രണ്ട് കാര്യം ഇപ്പം നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായത്. ഇനി നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ കഷ്ടം എന്ന് പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. ഇതുപോലെ വ്യാഖ്യാനം തരാനും എനിക്കറിയില്ല. അതാണ് കാര്യം. ഇനി ഇതന്നെ ഇവിടെ വരുന്നുണ്ട്. കേരളത്തിൽ 25% വരുന്ന ഈഴ വിഭാഗം, ഒരു അല്പസ്വല്പം കൂടെ ഉറങ്ങിയിരിക്കും, അത് 4-1 കൂട്ടിയും 4-1 വിഭാഗം ഉള്ള ഈഴ വിഭാഗത്തിന് 14 ജില്ലാ ക്യാപിറ്റൽ CPM 9 കൊടുത്തോണ്ടേ. ഇന്നൊരു ചാനൽ പറഞ്ഞാണ്, അത് ഞാൻ മറുവശം പറയാം. 3 മുസ്ലിം 2 ക്രിസ്ത്യൻ, അപ്പോൾ 9, 12, 14 ജില്ലാ കമ്മിറ്റികൾ, ജില്ലാ സെക്രട്ടറിമാർ. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ആ ചാനലുകാർ ചോദിച്ചാൽ മഹാനോട് ചോദിക്കട്ടെ, അവിടെ നായന്മാർക്കൊന്നും കൊടുത്തില്ലേ? മറ്റുള്ള ദളിതർക്കൊന്നും കൊടുത്തില്ലേ? 9 പേർക്ക് 7 കൊടുത്തു എന്ന് ഏതോ ഒരു വിഡ്ഢി കോന്നൻ എന്നൊരു ചാനൽ പറഞ്ഞു. ഇതൊക്കെ വീട്ടിൽ നല്ല എന്താ പറയട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേറെ ആർക്കും ഒന്നും നായർക്ക് കൊടുത്തില്ല, ദളിതിന് കൊടുത്തില്ല, വേറെ ആർക്കും കൊടുത്തില്ലേ? അങ്ങനെ കൊടുത്ത് അത് അങ്ങനെ തെറ്റല്ലേ? 10% വരെ നായർക്ക് ഒരു സീറ്റുകൾ ഒരു ജില്ലാ കമ്മിറ്റി സെക്രട്ടറികൾ കൊടുത്തില്ലെങ്കിൽ അതിനേക്കാൾ തെറ്റല്ലേ? അത് ദളിതുകൾ 12% ദളിതുകൾക്ക് ഒരു സീറ്റും കൊടുക്കണ്ടേ? ഒരു സ്ഥാനങ്ങൾ കൊടുത്തില്ലേ? അപ്പോൾ ഈ പറയുന്നവർ എവിടെ നോക്കിയാൽ പറഞ്ഞത് കേട്ടോ, 14 ആകെയുള്ളത്. അല്ല 9 ഇനി ഈഴവാ, 3 M ഇനി മുസ്ലിം, 2 C എന്നാൽ ക്രിസ്ത്യൻ. അപ്പോൾ 9, 3, 12, 2, 14. ഓക്കെ, 14 ജില്ലാ കമ്മിറ്റി, അത് കൂടില്ലല്ലോ. അപ്പോൾ പിന്നെ ഈ നായർ വിഭാഗത്തിനൊക്കെ കൊടുത്ത് അപ്പോൾ ഒരു കാര്യമുണ്ട്. ഇനി 9 ഈഴവർക്ക് കൊടുത്തു വിചാരിക്കുക, കൊടുത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. ഈഴവരിൽ 80% വോട്ട് ചെയ്യുന്നത് LDFനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. അപ്പോൾ അവർക്ക് കൊടുത്താൽ 2% കൊടുക്കുമെങ്കിൽ 9 കൊടുത്ത് തെറ്റില്ല. മുസ്ലിങ്ങൾക്ക് എന്ത് കുറച്ച്, മുസ്ലിങ്ങൾക്ക് ഈഴവന് 9 കൊടുത്തെങ്കിൽ അത് 4-1, 3 ജനസംഖ്യകൾക്ക് എത്ര കൊടുക്കണം? അപ്പോൾ 11 കൊടുക്കണം. 11 കൊടുത്ത് ആകെ 3 കൊടുത്തുള്ളൂ. എവിടെ എന്ത് തെറ്റ്? പക്ഷേ ഇപ്പോൾ 10 മുസ്ലിങ്ങളിൽ 10% കമ്മ്യൂണിസ്റ്റുകാരില്ല, ഏതാണ്ട് 10-12% മുസ്ലിങ്ങൾ ഉള്ളൂ. അതിപ്പോൾ അടുത്ത കാലത്ത് 2-3% മാറിപ്പോയി. അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ഒരു 8% മുസ്ലിങ്ങളുള്ളൂ, അനുഭാവികളുള്ളൂ. അപ്പോൾ അവർക്ക് വാരിക്കൂടി കൊടുക്കാൻ പറ്റുമോ? ഈ പോയിന്റാണ് ഈഴവൻ പറ്റുന്നത്. ഇത് DCC പ്രസിഡന്റ്, KPC പ്രസിഡന്റും വെള്ളപ്പള്ളിയൊക്കെ പറയുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ അറിയാവോ? എനിക്കും നല്ല അറിയാവുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ VM സുധീരനെ കൊണ്ടുവരാൻ പറയില്ലല്ലോ. വെള്ളപ്പള്ളി പറയും ഞങ്ങൾ കോൺഗ്രസ് ഒഴിവാക്കി, കേരള കുമ്മതി പറയും ഈഴവരെ ഒഴിവാക്കി കോൺഗ്രസ് എന്ന്. എന്തുകൊണ്ട് ഒഴിവാക്കി എന്ന് പറയുന്നില്ല. ഞങ്ങൾ പറയുന്നൊരു മുദ്രാവാക്യമുണ്ട്, ജനസംഖ്യാനുപാതികമായ സംവരണം വീഴുന്നുള്ളത് ശരിയാണ്. പക്ഷെ അപ്പോൾ വോട്ട് നോക്കും, വോട്ട് ശതമാനം കിട്ടണം, അല്ല വെറും ശതമാനം മാത്രം കൊടുത്താൽ പോരാ. അതുകൊണ്ടാണ് 3 സീറ്റ് കൊടുത്തിട്ടും 3 ജില്ല കൊടുത്തിട്ടും നമ്മൾ മിണ്ടാത്തത്. കാരണം അത്ര സപ്പോർട്ടാണ് മുസ്ലിങ്ങൾ കമ്മ്യൂണിസ്റ്റുള്ളൂ. 9 ഈഴവന് കൊടുത്തു. 9 കൊടുക്കാൻ സാധ്യതയില്ല, കാരണം നായരുണ്ടാവില്ല, ദളിത് വന്നിട്ടില്ല. അതുകൊണ്ട് 9 ഇല്ലെങ്കിൽ പറഞ്ഞു നോക്കാം. ആ 9 കൊടുത്തെങ്കിൽ അത് കുറ്റം പറയാൻ നോക്കില്ല, കാരണം നല്ല 80% ഈഴവരാണ്, LDFനാണ്. ഇതൊക്കെയാണ് ഇത്. അതേ സ്ഥാനത്ത് അതേ ഫോർമുല എൻ്റെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്സുകാരെ. ഇത് സ്വതന്ത്ര ചാനലാണ്, ഒരു പക്ഷം പിടിക്കുന്നില്ല. പക്ഷെ അതിന് ചോദിക്കാണ്, അവിടെ 9 കൊടുത്തു, 80% സപ്പോർട്ട് ചെയ്ത് അവിടെ 9 സീറ്റ് കൊടുത്തു. 3-1 ജനസംഖ്യകളിൽ 90%, 92% UDF സപ്പോർട്ട് ചെയ്യുമ്പോൾ ജില്ലാ കമ്മിറ്റി നിങ്ങൾ എത്ര % കൊടുക്കും? എത്ര % കൊടുത്തിട്ടുണ്ട്?
നിങ്ങൾ അന്ധമായിട്ട് കോൺഗ്രസ് വോട്ട് ചെയ്ത് അന്ധമായിട്ട് കോൺഗ്രസ് വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മുസ്ലിങ്ങളെ ഇപ്പോൾ തടയുന്നത്. കാരണം അത് നോക്കി ഒരിക്കലും വോട്ട് കിട്ടില്ല. അല്ല, ഞങ്ങൾ പറയുകയും ചെയ്ത് പിണറായി സഖാവിനോട് പെടുങ്ങിയല്ലോ, സ്നേഹിതന്നെ പറഞ്ഞു, സഖാവ് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് UDF തോൽപ്പിച്ചാൽ വരുന്നത് പിന്നെ BJP മുന്നണി, LDF മുന്നണി. ഓക്കെ, ഞാൻ എൻ്റെ അറിയില്ല പറയുന്നത്, എനിക്ക് കുറച്ച് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ മുസ്ലിം സമുദായത്തെയാണ്, അത് സമുദായത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് തെളിവ് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇതൊക്കെ സംസാരിക്കാൻ കണക്കല്ലേ, സത്യമല്ലേ ഇത്? അപ്പം ഞാൻ പറയട്ടെ, അപ്പോഴാണ് രാഹുൽ ഗാന്ധി ഈ VM സുധീരൻ്റെ, ഇന്നിപ്പോൾ സുധീരൻ തൃശ്ശൂർ ജില്ലയിൽ വന്നൊരു കർഷക സമ്മേളനം ഉദ്ഘാടനമൊക്കെ ഉണ്ട്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. സുധീരനും അടൂർ പ്രകാശനും KPC പ്രസിഡന്റ് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാം. പക്ഷേ ഈഴവ വിഭാഗത്തിൽ 50% UDF വോട്ട് കിട്ടണം. ഉറപ്പുണ്ടോ? VS സുധീരൻ മുഖ്യമന്ത്രിയാക്കുക ഒരു കുഴപ്പമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ KPC പ്രസിഡന്റായിട്ട് പിന്നെ അടൂർ പ്രകാശനം വഹിക്കാം. പക്ഷേ ഈഴവ സമുദായത്തിൽ നിന്ന് SND വിഭാഗത്തിന് 50%, 90 വേണ്ട, ഒരു 50% വോട്ട് UDF കിട്ടും ഉറപ്പുണ്ടെങ്കിൽ ഓക്കെ. ഇല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന മണ്ടത്തരാണ്. ഏത് കോൺഗ്രസ് ആണെങ്കിൽ മണ്ടത്തരാണ്, രാഹുൽ കാണിക്കുന്ന മണ്ടത്തരാണ്. ഇതൊക്കെ പറയാനും ഉപദേശിക്കാനും ഒരൊറ്റ കോൺഗ്രസ് ബുദ്ധിജീവികളും ഇല്ലേ കേരളത്തിലും ഇന്ത്യയിലും? ആകെ ഉള്ളത് KC വേണുപോലല്ലേ. KC വേണുപോലെ ഇതേ അല്ലലുള്ള പുലയെ ചുള്ളിയുള്ള കാടറിയുന്നു. അതായത് വീട്ടിൽ അല്ലലും തിരക്കുള്ള കൂടെ പുലിപ്പെണ്ണാണ് ചുള്ളി ഉണക്ക വിറക് കൊടുക്കുക കണ്ടുപിടിക്കുള്ളൂ. കാരണം അവൾക്ക് വേഗം എടുത്ത് തിരിച്ച് വീട്ടിൽ വരണം, വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്. അതാണ് അല്ലലുള്ള പുലയെ ചുള്ളിയുള്ള കാടറിയൂ. അല്ലലെന്ന് വിഷം പ്രയാസങ്ങൾ, പുലി എന്ന പുലയപ്പെണ്ണ്, പിന്നെ ചുള്ളി എന്നുള്ള ഈ തീ കത്തിക്കണ പറയും. കാരണമൊക്കെ ഇവിടെ ഇപ്പോൾ ഗ്യാസല്ലേ ഗ്രാമങ്ങളിലൊക്കെ അറിയൂ എന്ന് പറയുന്നത് അവർക്ക് പെട്ടെന്ന് സാധനം പറക്കി കൊണ്ടുവരണം. അപ്പോൾ അവരുടെ ദൃഷ്ടി ശ്രദ്ധയും അത് ആവശ്യമാണ്. അതാണ് ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. നമുക്കൊരു ആവശ്യം നമ്മൾ അറിയാതെ സൃഷ്ടി പോകും. അത് പറഞ്ഞ ഒരുപാട് ഉദാഹരണം ഞാൻ പറയുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ചെയ്ത്. പക്ഷെ സുധീറിനെ പറ്റുന്നില്ല, രാഹുൽ ഗാന്ധിക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് മൊയ്തീൻ ഷായി ഗ്രൂപ്പും സുധീറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പറയുന്നതിൽ ഉചിതമല്ല എന്ന് പറയാൻ കാരണം അദ്ദേഹം വ്യക്തിയായിട്ട് മോശക്കാരനായിട്ടില്ല. രാഹുലിനെ പോലെ തന്നെ മാന്യനാണ്, ഒരു സംശയക്കാത്തില്ല, ജെന്റിൽമാനാണ്. അതേ മറ്റ് കോൺഗ്രസ് പോലെ 5 പ്രാവശ്യം കതർ ഷർട്ട് മാറില്ല. ഒരു കതർ ഷർട്ട് സൂക്ഷിച്ചിട്ട് അത് അന്ന് മുഴുവൻ അതിടും, പിറ്റേന്നുള്ളൂ. അല്ല, 5 പ്രാവശ്യം ഇടാനുള്ള കപ്പാസിറ്റി പുള്ളിക്ക് താല്പര്യമില്ല. ഒതുക്കി പോകുന്ന ആൾ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ ഒതുക്കല്ല, അവിടെ യുക്തിയാണ്, നയമാണ്, തന്ത്രമാണ്, ബുദ്ധിയാണ്. ബുദ്ധിയിലും ഒരുപക്ഷെ VM സുധീരൻ മുന്നിലാണ്, ഞാൻ കുറ്റപ്പെടുത്തില്ല, ബുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷേ തയവ് തന്ത്രം വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ മടങ്ങിപ്പോയ ഈഴവാസിനെ ഈ സുധീരൻ കൊണ്ടുവരേണ്ടത് 50%, ഈ സുധാകരൻ കൊണ്ടുവരേണ്ടത് 50%, ഈ മുല്ലപ്പള്ളി കൊണ്ടുവരുന്നത് 50%. നിങ്ങൾ പ്രാസൊപ്പിച്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്ക് അല്ലെങ്കിൽ KPC പ്രസിഡന്റ് ആക്ക് എന്ന് പറയുമ്പോഴേ അതിന് ലോജിക്ക് വേണം, അതിന് യുക്തി വേണം. ആ യുക്തിയില്ല. അത് ഞാൻ എന്തുകൊണ്ടാണ് 10% ഉള്ളതിലും ക്രിസ്ത്യൻസെങ്കിലും KPC പ്രസിഡന്റ് ആയിട്ട് ക്രിസ്ത്യാനി വെക്കുന്നത്? എന്താ, ആ 10% അതിൽ 90% കിട്ടും UDFന്. 10% 90 25% 10 വലുത്? ഒരിക്കലും പറയണേ, 10% 90% 25 10%, പിന്നെ 10% വലുത്? 90 10 90 തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രത്യേകം ഒരു താല്പര്യമില്ല, ന്യായമായത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടോ KPC പ്രസിഡന്റായിട്ടോ ഒരു ക്രിസ്ത്യൻ നാമധാരിയില്ല, ഒരു ക്രിസ്ത്യാനി വൈക്ക് തെറ്റില്ല. ജനസംഖ്യ വെച്ച് അതിനൊക്കെ സാധ്യത കൂടുതൽ മുസ്ലിങ്ങളാണ്. പക്ഷേ എങ്കിൽ നമ്മളിപ്പോഴത്തെ അവസ്ഥയിൽ പറയുന്നില്ല. അത് എന്താ ചെയ്യുക, ചില അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരുമല്ലോ, ചില വിട്ടു ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പക്ഷെ കോൺഗ്രസ് മനസ്സിലാകുന്നുണ്ടോ? അത് ഞാൻ 2 പേരും പറഞ്ഞു. ഇവിടെ ചിന്തിക്കാൻ ഞങ്ങളുടെ ഐബിയുടെ എനിക്ക് ആശയത്തിന് പറയുന്നല്ല, ഐബിയുടെ KPC പ്രസിഡന്റാക്കി മുന്നോട്ട് പോയ യുവാവ് നൽകുന്നത് എന്താ കുഴപ്പം? അന്ന് ഞങ്ങൾ ഒരിക്കലും പാർട്ടി വിൽക്കൂല, ഐബിയുടെ വിൽക്കൂല. കാരണം ജോർജിയുടെ മകനാണ് ഐബി. ജോർജിയുടെ മകൻ ഒരിക്കലും കോൺഗ്രസ് വിൽക്കില്ല. ഇപ്പൊ PC ചാക്കോട്ടിലെ എൻ്റെ സുഹൃത്തു കൂടിയാണ്. കണ്ടില്ലേ ഇപ്പൊ അവിടെയും ഇവിടെ പോയിക്കൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ KV തോമസ് മാഷ് പോയില്ലേ, അത് പലരും ഇട്ടിട്ട് പോയില്ലേ. പക്ഷെ ഐബിയുടെ മകൻ ജോർജിയുടെ മകൻ അങ്ങനെ ഇട്ടിട്ട് പോവില്ല. പിന്നെ ഷാഫി പറമ്പിൽ
ഷാഫി ചെറിയൊരു മണ്ടത്തെ കാണിച്ചു, അത് ഞാൻ അതൊക്കെ പോട്ടെ, കുട്ടികളായിട്ട് പോകാം. എങ്കിലും പറയാണ് പുള്ളിയും പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ടാണ്, നിങ്ങൾ കോൺഗ്രസ്സുകാർ സമ്മതിച്ചാരാണല്ലോ. ഇതൊക്കെ ഞങ്ങൾ പറയുന്നതെന്നറിയോ, രാജ്യം കുറച്ചുകൂടി സമാധാനമായിട്ടും ശാന്തമായിട്ട് പോകാൻ വേണ്ടിയാണ്. ഇപ്പം തമിഴ്നാട്ടിൽ ഒരു ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ ഓടിച്ച പേരിൽ അവിടുത്തെ ഉന്നതകുല ജാഥ, സുരേഷ് ഗോപിയുടെ ഭാഷ പറഞ്ഞ് ഉന്നതകുല ജാഥ എന്താ ചെയ്ത്, അയാൾ കൈവിട്ടി. എവിടെയും പ്രശ്നമുണ്ടോ, കേസുണ്ടോ? ഇവിടെ ഒരു സാറിൻ്റെ കൈ വെട്ടിയിട്ട് എന്തോ ഒരു ചർച്ചയായിരുന്നു. ഞാനൊരിക്കലും പറയില്ല കൈവെട്ടി ഗുണമെന്ന് പറയില്ല, തെറ്റ് തന്നെയാണ്, യാതൊരു സംശയക്കാത്തില്ല. പോപ്പുലർ ഫ്രണ്ടുകാർ ഏതോ ഒരു ദ്രോഹികൾ ആ സാറിൻ്റെ കൈവെട്ടി. അത് ഞങ്ങൾ അന്നും പറഞ്ഞു, ഇന്നും പറഞ്ഞു, എന്നും പറയും. അത് 100% തെറ്റാണ്, ഞങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ആ കൈ വെട്ടിയിട്ട് ഇന്ത്യയിൽ പോലും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കി. അതേ സ്ഥാനത്ത് ഒരു സ്കൂൾ, അതൊരു സമുദായത്തെ അവഹേളിച്ചു, അല്ലെങ്കിൽ ലോകപ്രസിദ്ധനായ ഒരു പ്രവാചകനെ അവഹേളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതിലൊന്നും വാക്കത്ത് നോക്കി അങ്ങനെയൊന്നും ഇല്ല. വ്യാഖ്യാനം കൊടുത്താൽ അങ്ങനെയില്ല, അതൊക്കെ മണ്ടന്മാരെ വ്യാഖ്യാനം, സാധാരണ വ്യാഖ്യാനത്തിൽ അതൊന്നുമില്ല. എങ്കിൽ പോലും വേണമെങ്കിൽ പറയാം, ഇതോ ഒരു മോട്ടോർ സൈക്കിൾ ഓടിച്ചെന്നുള്ളൂ, അതിൻ്റെ പേരിൽ ഒരു ദളിത് യുവാവിന് അവിടെ ഉന്നതകുല ജാതി, സുരേഷ് ഗോപി പറയുമ്പോൾ ഉന്നതകുല ജാഥ കൈവെട്ടി. എത്ര ചർച്ച നടത്തി, എത്ര ചാനൽ വന്ന് വാർത്ത. നമ്മൾ തുറന്ന് പറയുമ്പോഴേ അവിടുന്ന് ഇവിടുന്ന് അക്കാർപ്പിച്ച് വാങ്ങിച്ച് കമ്മീഷൻ വാങ്ങിച്ച് ചെയ്യുന്നല്ല. നമ്മൾ സ്വതന്ത്രമായ ചിന്തയാണ്, അത് മനുഷ്യത്വമാണ്, നീതിയാണ്. ജനങ്ങളെല്ലാം ഒരുപോലെ കണ്ടുകൊണ്ടാണ്. അതുണ്ടോ? ഇല്ല. അവിടെ ഞാൻ പറഞ്ഞു, കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ന് ഒരു ചോദ്യം വന്നു, ഇത്രയും സീനിയറായ പ്രസിഡൻ്റായിരുന്ന അദ്ദേഹത്തെ പ്രധാനമന്ത്രി എന്തുകൊണ്ട് ആക്കിയില്ല എന്നൊരു ചോദ്യം ഇന്നത് ഇപ്പം ചാനലാരോ ചോദിച്ചു. പ്രണബ് മുഖർജി വലിയ കുഴപ്പക്കാരൊന്നുമില്ല. അവസാന നിമിഷം സംഘപരിവാറിൻ്റെ ഏതോ ക്യാമ്പിൽ പോയി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും നമുക്ക് അത്ര ഉറപ്പില്ല. അത് മരിച്ച ശേഷം സംഘ് പറയുന്നല്ലേ, സംഘിൻ്റെ നേതാവ് പറയുന്നല്ലേ, അത് പറഞ്ഞല്ലേ. ആ മനുഷ്യൻ പ്രണബ് മുഖർജി എന്തുകൊണ്ടെങ്കിൽ പ്രസിഡന്റ് ആക്കിയില്ല? സോണിയാഗാന്ധി വയ്ക്കുന്നത് ആ നിശബ്ദ ജീവിയെ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിക്ക് 2 കൊല്ലം ടേം നടത്തി പാർട്ടി നശിപ്പിച്ചതില്ലേ, അദ്ദേഹത്തെ കുഴപ്പമില്ല, അദ്ദേഹം സാധനമാണ്. അതേ സ്ഥാനത്ത് ഞങ്ങൾ പറഞ്ഞ് ഏതെങ്കിലും ഒരു ബുദ്ധിരാക്ഷസനോ രാഷ്ട്രമീമാംസോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലോ പ്രതിപക്ഷ പാർട്ടിയിൽ ഉണ്ടായതെങ്കിൽ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കാതെ പ്രണബ് മുഖർജി പ്രധാനമന്ത്രിയാക്കിക്കൊണ്ട് മൻമോഹൻ സിംഗിനെ പ്രസിഡന്റ് ആക്കിയത്. അപ്പോൾ ഇടിച്ചതിനെ അരിച്ചുപോലെ അത് മറിച്ചിട്ട് എങ്ങനെ ഇട്ട് ഞാൻ പറയാറില്ല. ഈ നമ്പൂരിയുടെ വീടും ഒരു പുലയൻ്റെ വീടും, നമ്പൂരിയുടെ വീട്ടിൽ മാറാല വന്ന് നമ്പൂരി പണിയൊന്നുമില്ല വീട്ടിലേക്ക്, മാറാല സമ്മതിക്കുമോ? നമ്പൂരി തോടലും. പുലയൻ്റെ വീട്ടിൽ പനി വന്നും പുലിയെ പോയിക്കുക, പുലിയെ വാക്കത്തേത് കാലം പണിയാൻ പോകും. അത് 2 കൂട്ടും തോറ്റ് അവർ മറിച്ചിട്ട് നമ്പൂരിൻ്റെ വീട്ടിൽ പനി വന്നപ്പോൾ മൂടി പോച്ച് കിടപ്പായി. കാരണം അങ്ങനെയാണല്ലോ. പുലയൻ്റെ വീട്ടിൽ മാറാലയും വന്ന് മാറാല കണക്കാക്കുമോ? പഠിക്കൂലേ? അതുപോലെയുണ്ട് മൻമോഹൻ സിംഗിനെ പ്രസിഡന്റ് ആക്കിക്കൊണ്ട് പ്രണബ് മുഖർജി പ്രധാനമന്ത്രിയാക്കിയത്. ഇന്ന് ഇന്ത്യ ഭരിക്കരുത്, ഇന്ത്യ ഭരിക്കും. അതൊരു ഏതാന്നല്ലേ, അത് ബെർണാഡ് ഷാ പറഞ്ഞ ഉദാഹരണം കണക്കാണ്. എന്താ ബെർണാഡ് ഷാ പറഞ്ഞത്? ബെർണാഡ് ഷായുടെ ബെർണാഡ് ഷാ സുന്ദരനായിരുന്നു, വിരൂപനായിരുന്നു. അന്നൊരു സുന്ദരിയായ സിനിമാ നടി പറഞ്ഞു, എൻ്റെ സൗന്ദര്യവും നിങ്ങളുടെ ബുദ്ധിയും ചേർന്നാൽ അത് ലോകത്ത് നമ്പർ 1 ബുദ്ധിയുള്ള സുന്ദരനായ ആണോ വേണ്ടാവും എന്ന് പറഞ്ഞു. ബെർണാഡ് ഷാ ബുദ്ധിമാനാണെന്ന് അവർ തന്നെ പറഞ്ഞു. ഇവർ സൗന്ദര്യമുള്ളവർക്ക് ബുദ്ധിയില്ലാതെ സ്വാതന്ത്ര്യ ഒരു തത്വം തന്നെ ഉണ്ട്. അപ്പോൾ ബെർണാഡ് ഷാ പറഞ്ഞറിയോ, മാഡം അത് തിരിച്ചായാലോ, നിങ്ങളുടെ ബുദ്ധിയും എൻ്റെ സൗന്ദര്യമാണെങ്കിൽ അവൻ ലോകത്ത് വിരൂപനാവൂലേ? അത് വേണ്ട, അതൊന്നും കല്യാണം കഴിച്ചില്ല, അത് പറയുന്നുണ്ട്, നമുക്ക് അനുഭവമൊന്നുമില്ല. അതുപോലെ മൻമോഹൻ സിംഗിനെ ഈ പ്രണബ് മുഖർജി ഒന്ന് തിരുത്തി കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് കോൺഗ്രസ് പോവില്ല, തീർന്നു പോവില്ല. പക്ഷെ അതൊന്നും ഉപദേശിക്കാനുള്ള ആൾക്കാരോ ഇല്ല. ആ സോണിയ നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആ കോക്കസ്, ആ ഗ്രൂപ്പ് ഇതൊന്നും ചെയ്യില്ല. അവർക്ക് താല്പര്യം അതൊന്നുമല്ല, മറ്റു ചില താല്പര്യങ്ങളാണ്. അതൊന്നും തൽക്കാലം നടക്കാനും സാധ്യതയോ? അതുകൊണ്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ കാര്യം പറഞ്ഞു വരികയാണെങ്കിൽ കേരളത്തിലെ കാര്യം എന്താണ് പറയുന്നത്? ഇപ്പോഴും ഈസി വാക്ക് പറയണം. ചില ചാനലൊക്കെ പറഞ്ഞു കേട്ടാണല്ലോ, കോൺഗ്രസ് 100 സീറ്റ് കോൺഗ്രസ്സാണ് എന്നൊക്കെ പറയും. എറണാകുളം ജില്ല ഇന്നൊരു ചാനൽ എറണാകുളം ജില്ലയിൽ 14 സീറ്റായാലും 12 കോൺഗ്രസ് കിട്ടുന്നതൊക്കെയാണ് പറഞ്ഞത്. കിട്ടിക്കൊണ്ട് നമുക്ക് സന്തോഷമില്ല. പക്ഷെ അമിതമായ വിശ്വാസം നമ്മൾ ആവർത്തിച്ചടിക്കുന്നു. അത് ഫിലോസഫിയാണ്. അമിതമായ വിശ്വാസം നമ്മളെ ആവർത്തിച്ചടിക്കും. അതിൽ അമിതമായ പ്രതീക്ഷ നമുക്ക് ആപത്തുണ്ടാക്കും. പ്രതീക്ഷിക്കാം, ഓവർ കോൺഫിഡൻസ് അത് തെറ്റാണ്.
അങ്ങനെ ഒന്ന് നിരാശ വരും, ശ്രദ്ധ കുറയും. ഈ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും കോൺഗ്രസ് പറ്റി ഓവർ കോൺഫിഡൻസ് ആയിരുന്നു, അമിതമായ വിശ്വാസം, കിട്ടുമെന്ന് ഉറപ്പ് ഉണ്ടോ? കിട്ടിയോ? അതാ അവിടെ നമ്മൾ മാതൃക കാണിച്ച് സ്റ്റാലിനെ മാതൃക എടുക്കുക. സ്റ്റാലിന് ഒരു പക്ഷേ ഒറ്റക്ക് എന്നാൽ പോലും ഭരിക്കാൻ സാധ്യത തമിഴ്നാട്ടിൽ ഈ നിമിഷം വരെ ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്നിട്ട് അവർ ഈ അണ്ടിനെ അടകൊണ്ടെങ്കിൽ നിർത്തി ജയിപ്പിച്ചെടുത്ത്, അതിന് മുസ്ലിം ലീഗിൻ്റെ പേരിൽ ഒരു കാക്കാണ് ജയിപ്പിച്ചെടുത്ത്. എന്താ കാരണം? മുന്നണി ബന്ധമാണ്. ആ മുന്നണിയിൽ നമ്മൾ ചെറിയവനും വലിയനും ഒക്കെ വേണം. അതാണ് ആ ഒരു മുന്നണിയല്ലേ ഇന്ത്യയിൽ ഉണ്ടായത്. ആ പേരിട്ട് തെറ്റാ നമ്മൾ പറഞ്ഞാണ്, എങ്കിൽ പോലും ആ ഇന്ത്യ മുന്നുണ്ടാക്കി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കോൺഗ്രസ് BJP ഒഴിച്ചുള്ള എല്ലാവരും കൂടെ ചേർക്കണം. അതാണ് നമ്മുടെ ജയപ്രകാശ് നാരായൺ ചോദ്യം. അദ്ദേഹം ബുദ്ധിമാനായിരുന്നു, കാരണം അവൻ സവർണ ബുദ്ധിയാണ്, IQ കൂടുതലാണ്, ബ്രാഹ്മൺ ബുദ്ധിയാണ്, IQ കൂടുതലാണ്. ആ ജയപ്രകാശ് നാരായൺ പറഞ്ഞതാണ് കോൺഗ്രസ് ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഈ മുന്നണി ചേർക്കണം. അങ്ങനെ ഒരു തീരുമാനം പിന്നെ ആർക്കും പറയാൻ പറ്റില്ലല്ലോ. അവിടെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ആസാമിൽ മന്ത്രിസഭ രാജിവെക്കാൻ പോകേണ്ട ഗോഗോയി അവിടെ വന്ന് ചാർജ് എടുക്കുന്നതൊക്കെ ഒരു വാർത്ത കേട്ടു. അവിടെ 40% മുസ്ലിങ്ങളുണ്ടായത്. ആ 40% എൻ ബ്ലോക്ക് കോൺഗ്രസ് ചെയ്യും. ബാക്കി ഹിന്ദു സമുദായം 60 അതിൽ 20% കിട്ടിയാലും ഭരിക്കായിരുന്നു. അതുപോലും ചെയ്തില്ല. അത് ഞാൻ ആന്റണി കുറ്റം തന്നെയാണ്. അപ്പോൾ അവർ ചേർക്കില്ല. ഹൈദരാബാദ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേരുള്ള പട്ടണം ഹൈദരാബാദാണെന്ന് ഇന്നും കൂടി വന്നു. ഇന്ന് റിപ്പോർട്ടുണ്ട്, ലോക റിപ്പോർട്ടാണ്. ആ ഹൈദരാബാദിലുള്ള നൈസാമിൻ്റെ അല്ലെങ്കിൽ മറ്റേ വോയിസ് തലയിൽ തൊപ്പി വയ്ക്കുമ്പോൾ നിയമമുണ്ടോ? ഇവിടെ നിയമനിരോധം വല്ലതും ഉണ്ടോ? പക്ഷെ ആ വോയിസ് ചേർക്കാൻ പറ്റില്ല, ആസാമിൽ കാക്കാൻ ചേർക്കാൻ പറ്റില്ല. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം ഇതൊക്കെ പറഞ്ഞ് പറഞ്ഞ് കോൺഗ്രസ്സുകാർ നാണം കെട്ടില്ലെങ്കിൽ ഇനി ആവർത്തിക്കും. അതേ പറഞ്ഞത്. അല്ല, എനിക്ക് ആസാമിലെ കാക്കാടും ആന്ധ്രാപ്രദേശിലെ കാക്കാടും ഇഷ്ടം പ്രത്യേക താല്പര്യം ഉണ്ടായിട്ടില്ല. സാമൂഹ്യ നീതിയല്ലേ ചെയ്തോ? അതേ സ്ഥാനത്ത് നിങ്ങളുടെയൊക്കെ വക്രബുദ്ധി പറഞ്ഞത്. എൻ്റെ ഈ സംഭാഷണം, ഞാൻ വെറും ചെറിയവനാണ്, എൻ്റെ ഈ സംഭാഷണം കേൾക്കുന്ന എത്ര ആൾക്കാരുടെ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം നേരിട്ട് വിളിച്ചും ആശംസ അനുഭവം ചോദിച്ചും ഒക്കെ ചെയ്യുന്നത്. എത്ര ആയിരം ഇപ്പോൾ കണ്ട എത്ര ആൾക്ക് ഓടിക്കൊണ്ടിരിക്കണത്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ പോകുന്നുണ്ട്. ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ഓരോ ഇത് വരുന്നുണ്ട് കാര്യങ്ങൾ, ചില കാര്യങ്ങൾ. അപ്പോൾ പറഞ്ഞെന്താണ്? ശിവസേന അവർ പയ്യൻ നിർത്താണ്. ശിവസേന അത് ഞാൻ പറയും BJPയേക്കാൾ വർഗീയവാദി പ്രാദേശികവാദിയാണ് ശിവസേനയാണ് ഒരു കാലത്ത് ബോംബെ നിയന്ത്രിച്ചത്. ദക്ഷിണേന്ത്യക്കാർക്ക് പോലും അവിടെ താമസിക്കാൻ വല്ല കൊന്നുകളഞ്ഞൊരിതാണ്. ആ ശിവസേന മാനസാന്തരപ്പെട്ടപ്പോഴും കോൺഗ്രസിൻ്റെ അടുത്തല്ലോ, ആരും ഒന്നും പറഞ്ഞില്ല. ഈ സുധീറിനെ വെച്ച് ബാക്കി ആരും ഒന്നും എതിര് പറഞ്ഞില്ല. സുധീർ എതിര് പറഞ്ഞ പുള്ളി കുറച്ചുകൂടി പോളിസിയുള്ള ആളായിട്ടാണ്. പക്ഷെ ആ പോളിസി പ്രായോഗികമല്ലല്ലോ. പക്ഷേ ആസാമിൽ ഒരു കാക്ക ബന്ധത്വം കൊടുക്കുന്നത് പാർട്ടി മുസ്ലിം പാർട്ടി ഒന്നുമില്ല. അതിന് കോൺഗ്രസ് ചേർക്കാൻ പറ്റില്ല, ഹൈദരാബാദിൽ ചേർക്കാൻ പറ്റില്ല. അതാണ് മണ്ടന്മാരെ പറയുന്നത്. നിങ്ങൾ ജയപ്രകാശ് നാരായൺ മുസ്ലിം ആയതിലോ ക്രിസ്ത്യാനി ആയതിലോ അദ്ദേഹം ഒരു ഹിന്ദു ആയിരുന്നില്ലേ, സനാതന ഹിന്ദു ആയിരുന്നാല്. ആ ജയപ്രകാശ് നാരായൺ പറഞ്ഞ 2 കാര്യം നിങ്ങൾക്കും ബാധകമാണ്. എന്താണത്? ഒന്ന്, അദ്ദേഹം പറഞ്ഞ് കോൺഗ്രസ് ഒഴിച്ച് ബാക്കിയല്ല. നമ്മളിവിടെ പറഞ്ഞത് BJP ഒഴിച്ച് ബാക്കിയല്ല. BJP ഒഴിച്ച് ബാക്കി BJPയുടെ മുന്നണി ഇപ്പോൾ നിങ്ങൾ ക്ഷണിക്കണം. വരാതിരിക്കട്ടെ, അതവരുടെ കാര്യം. BJP ഒഴിച്ച് ആർക്കും ഈ മുന്നണി ചേരാം എന്നൊരു പ്രഖ്യാപനം നടത്തണം. എൻ്റെ ഗാർഗെ വയസ്സ് 90 കാര്യമില്ല, ബുദ്ധിയും യുക്തിയും തന്ത്രവും വേണം. ഗാർഗെ പ്രസിഡന്റ് ഒറ്റ പ്രസ്താവനത്തിൻ്റെ ശരി, നമ്മൾ ഈ പരിപാടിക്ക് വേണ്ടി ഇന്ത്യയിലെ BJP ഒഴിച്ച് ബാക്കി എല്ലാ പ്രസ്ഥാനവും നമ്മൾ ചോദിച്ചു പോകും എന്നൊരു പ്രസ്ഥാനം നടത്തി രാഹുൽ ഗാന്ധിക്ക്, സോണിയക്ക്, പ്രിയങ്കക്ക്, പിന്നെ ഗാർഗയ്ക്ക് ഉണ്ടായതെങ്കിൽ കോൺഗ്രസ് എന്താ എവിടെ പോയനെ? അപ്പം ആർക്കോ വേണ്ടിത്തിലൊക്കെ സാമ്പാർ പോലെ നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. മറ്റൊന്ന്, ജയപ്രകാശ് നാരായണൻ ഒരു സ്ഥാനം ഏറ്റില്ല. ഗാർഗയും കൂർഗയും രാഹുലല്ല, നിഷ്പക്ഷമതിയായ ഒരാളെ സ്ഥാനത്ത് നിർത്തണം. നിങ്ങൾക്ക് സ്ഥാനം വേണമെങ്കിൽ നിങ്ങൾ ആ സ്ഥാനത്ത് വഹിക്കരുത്. നിങ്ങൾ ഗാർഗയെ കൊടുത്ത് ഉടനെ പ്രധാനമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചു. അതിനെ നിൽക്കാൻ പറ്റില്ല. അവർ ദളിതായതുകൊണ്ട് മാത്രം പോരാ, മുസ്ലിമായിട്ട് മാത്രം പോരാ, അവർ ടെക്നിക്കലി അല്ലെങ്കിൽ സാങ്കേതികമായിട്ട് അറിവുണ്ടായിരിക്കണം, ബോധമുണ്ടായിരിക്കണം, പാർട്ടിയെ നയിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം, യുക്തി ഉണ്ടായിരിക്കണം, തന്ത്രം ഉണ്ടായിരിക്കണം, നയവുണ്ടായിരിക്കണം. വെറുതെ ദളിതായതുകൊണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഒരു മുസ്ലിം വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഹസൻ സാഹിബിനെ മുസ്ലിമായിട്ട് കച്ചിലെ കൺവീനായിട്ട് ഹസൻ സാഹിബ് വിളിച്ചിട്ട് കോൺഗ്രസ് കേട്ടോണ്ടേ അദ്ദേഹം പറ്റില്ല. അത് അറിയാമല്ലോ, അതിനുള്ളൊരു രാഷ്ട്രീയ തന്ത്രമൊന്നും പുള്ളിക്കില്ല. പുള്ളി ആൾ പാവാണ്. അതുപോരാ. എന്നാൽ അതേ സ്ഥാനത്തല്ലേ ഇയാളിരിക്കുന്നത് ഷാഫി പറമ്പിൽ, രണ്ടും കാക്ക എന്നാണ് പറയുന്നത്.
അപ്പോൾ കാക്കായിട്ട് മാത്രം പോരാ, അല്ലെങ്കിൽ ദളിതായിട്ട് മാത്രം പോരാ, കഴിവുള്ളതായിരിക്കണം. ഈ രാഹുലിന് അന്തസ്സായിട്ട് പറയാൻ പള്ളി ചരിത്രം പഠിക്കണ്ടേ? ആ അംബേദ്കർ എഴുതിയ പുസ്തകങ്ങൾ കുറെ വായിക്കും, ഇംഗ്ലീഷ് പുസ്തകങ്ങളല്ലേ. എന്താണ് ജയപ്രകാശ് നാരായണൻ പറഞ്ഞത്? കോൺഗ്രസ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ കുടക്കീഴിൽ നിർത്തും എന്ന്. അങ്ങനെ വേണമെങ്കിൽ ചേരാന്നില്ല, അത് അന്തിമമായിട്ട് ഫൈനലായിട്ട് പറഞ്ഞു. അപ്പോൾ ഇനി ആർക്കും എതിർ പറയാൻ പറ്റുമോ? ആ പാർട്ടിയോട് ഞാൻ ഇല്ലാതെ പറയാൻ പറ്റുമോ? അമേരിക്ക യുദ്ധത്തിൽ അമേരിക്കയുടെ ഇതിൽ അമേരിക്ക എന്താ പറഞ്ഞത്? ആ ബോബസ് പറഞ്ഞ് ഒന്നുകിൽ ഞങ്ങളുടെ പക്ഷത്ത് അല്ലെങ്കിൽ എതിരാളി പക്ഷത്ത്, മൂന്നാമത് പക്ഷമില്ല. അതിന് തെറ്റാണ് എങ്കിൽ അങ്ങനെ ആയിപ്പോയി. അത് തന്നെയാണ് ജയപ്രകാശ് നാരായണൻ പറഞ്ഞത്. ചേരിചേരത്തിൽ 3 കക്ഷി ഉണ്ടല്ല, 2 കക്ഷി മാത്രത്തിൽ 3 കക്ഷി. ഇവിടെ അതല്ല, അന്ന് ജയപ്രകാശ് നാരായണൻ പറഞ്ഞാണ് ഒന്നുകിൽ നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ, മൂന്നാമത് ചാൻസ് വേണ്ട. ഇവിടെ നിങ്ങൾക്ക് ഇന്ത്യ മുന്നണിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ വിഡ്ഢികളെ കേൾക്കൂ, നിങ്ങൾ മൂന്നാമത് ചാൻസ് കൊടുത്തത്. ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഒന്ന് കാക്കാമ്പര പാർട്ടി ആയിട്ട് ഊപ്പിപ്പോയി നിങ്ങളായിട്ട്. ഇപ്പം പറയണു നാട് 6 മാസത്തേക്കും ഭരിക്കുന്നതാണ്. ഇവിടെ BJP സംഘപരിവാറൊക്കെ ലൈൻ ക്ലിയർ ആയിട്ട് വരാല്ലേ? അത് മനസ്സിലാക്കാൻ വല്ല ശക്തി ഉണ്ടോ? മണ്ടന്മാർ. സങ്കടമുണ്ട്. ഇതുപോലെ എൻ്റെ പണ്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ സമുദായം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായമില്ല, എൻ്റെ വർഗം. ഈ ഇന്ത്യയിൽ പ്രതിപക്ഷങ്ങൾ വേണ്ടി പറയാം, ഞാൻ BJP പക്ഷമല്ല. പ്രതിപക്ഷങ്ങൾ കാണിക്കുന്ന മണ്ടത്തെ കാണിച്ചത് നാണം വരാണ്, ലജ്ജ തോന്നാണ്, സങ്കടവും പേടിയും വരുന്നുണ്ട്, ദേഷ്യവും വരുന്നുണ്ട്. ജയപ്രകാശ് നാരായണൻ മരിച്ച് ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യക്കാരനല്ലേ? അദ്ദേഹത്തെ അനുകരിക്കാതിരുന്നല്ലോ നിങ്ങൾക്ക്. ആ 2 പോയിന്റ് കടമെടുക്കാറുണ്ടല്ലോ, ഈ ഗാർഗയ്ക്കും കൂർഗയ്ക്കും മറ്റേ കോപ്പിനൊക്കെ. എന്നിട്ട് ഈ BJP ഭരണം കൊടുത്തോണ്ടേ ഇപ്പോഴും തുറന്ന് കാണിക്കുന്ന ഒരാൾ പറഞ്ഞു, ഒരു നേതാവ് ഇന്നും പറഞ്ഞു ഇതെല്ലാം തുറന്നു കാണിക്കും. എവിടെ കാണിക്കണം? കോടതി വിധിച്ച ശേഷം നിയമം വിളിച്ചിട്ട് കാര്യമുണ്ടോ? കോടതി കത്തി നിയമം കളയണം. മണ്ടന്മാരെ. ഞാൻ നിർത്താണ്. ജയ് ഹിന്ദ്.